അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 106, അഹ്വാലുൽ മുസ്നദ് 19, പേജ് 152. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. പറയട്ടെ. വാന അഖൂലു, ശാരി പറയാണ്, ഞാൻ പറയുന്നു, മൻശഹു ഹാദൽ ഇഅ്തിറാദി, ഈ ഇഅ്തിറാദിന്റെ ഉത്ഭവം ഖില്ലത്തു തഅമ്മുലി, തഅമ്മുലിന്റെ ഖില്ലത്താണ്. ലിഅന്നഹു, തീർച്ചയായിട്ടും കാര്യം ആയതിനു വേണ്ടി, ലൈസ മഅന ഖൗലിഹിം, അഹ്ലുൽ അറബിയ്യത്തിന്റെ ഖൗലിന്റെ മഅന അല്ല. എന്താണ് അവരുടെ ഖൗല്? ലൗ ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലി, ലൗ ആകുന്നത് ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലി എന്നതിനാണ്. ഒന്നാമത്തതില്ലാത്തതിന് വേണ്ടി രണ്ടാമത്തത് ഇല്ലാത്തതിന് ആണ് എന്ന് അവരുടെ ഖൗലിന്റെ മഅന. ലൗ ലൗ ആകുന്നത് ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലി, ഒന്നാമത്തത് ഇല്ലാത്തതിന് വേണ്ടി രണ്ടാമത്തത് ഇല്ലാത്തതിനാണ് എന്ന അവരുടെ ഖൗലിന്റെ മഅന അല്ല. എന്തല്ല? അന്നഹു യുസ്തദല്ലു ബിംതിനാഇൽ അവ്വലി, ഒന്നാമത്തതിന്റെ ഇംതിനാ കൊണ്ട് ദലീല് പിടിക്കപ്പെടും എന്നല്ല. എന്തിന്റെ മേൽ ദലീല് പിടിക്കപ്പെടും? അലംതിനാഇ സാനി, രണ്ടാമത്തതിന്റെ ഇംതിനാഇന്റെ മേൽ ദലീല് പിടിക്കപ്പെടും എന്നല്ല. അങ്ങനെയാണ് മഅന എങ്കിൽ ഇബ്നു ഹാജിബിന്റെ ഇഅ്തിറാദ് ശരിവെക്കാം. പക്ഷെ എന്നല്ല മഅന. അപ്പോൾ അഹ്ലുൽ അറബിയ്യത്ത് ലൗ ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലി എന്ന് പറഞ്ഞതിന്റെ മഅന എന്തല്ല? ഒന്നാമത്തതിന്റെ ഇംതിനാ കൊണ്ട് ഒന്നാമത്തതിന്റെ ഇല്ലായ്മ രണ്ടാമത്തതിന്റെ ഇല്ലായ്മക്ക് ദലീലാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തതില്ലാത്തതുകൊണ്ട് രണ്ടാമത്തതില്ലാതെ കിട്ടൂല. കാരണം ഒന്നാമത്തത് സബബാണ്, അല്ലെങ്കിൽ മൽസൂമാണ്. രണ്ടാമത്തത് മുസബ്ബബാണ്, ലാസിമാണ്. സബബില്ല എന്ന് കരുതിയാൽ, സബബില്ല എങ്കിൽ മുസബ്ബബ് ഇല്ല എന്നറിയിക്കൂല. അതുപോലെ മൽസൂമില്ല എങ്കിലും ലാസിമില്ല എന്നറിയിക്കൂല. അതിന്റെ മഅന ഇബ്നു ഹാജിബ് പറഞ്ഞ മാതിരി അല്ല മഅന. ഇബ്നു ഹാജിബ് പറഞ്ഞ മാതിരി അറിയിക്കും, ഒന്നാമത്തതിന്റെ ഇല്ലായ്മ രണ്ടാമത്തതിന്റെ ഇല്ലായ്മയുടെ മേൽ അറിയിക്കും എന്ന് അഹ്ലുൽ അറബിയ്യത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇബ്നു ഹാജിബ് പറഞ്ഞതാണ് ശരി. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹത്താ യരിദാലൈഹി, ആ മശ്ഹൂറായ ഇസ്തിഇമാലിന്റെ മേൽ, ഇവരുടെ അഹ്ലുൽ അറബിയ്യത്തിന്റെ ഖൗലിന്റെ മേൽ ഇഷ്കാല് വരാൻ വേണ്ടി. എന്താ ഇഷ്കാല് ഇബ്നു ഹാജിബ് കൊണ്ടുവന്നത്? അന്നന്തിഫാ അസ്സബബി, സബബിന്റെ ഇന്തിഫാ, അതായത് ഷർത്ത്. അവിൽ മൽസൂമി, അല്ലെങ്കിൽ മൽസൂമിന്റെ ഇന്തിഫാ, അതും ഷർത്ത് തന്നെ. അതായത് ഒന്നാമത്തത്, ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തതിന്റെ ഇന്തിഫാ. സബബും ഒന്നാമത്തതാണ്, മൽസൂമും ഒന്നാമത്തതാണ്. ഒന്നാമത്തതിന്റെ ഇന്തിഫാ ആവുന്നത് ലാ യൂജിബു ഇന്തിഫാ അൽ മുസബ്ബബി, മുസബ്ബബിന്റെ ഇന്തിഫാഇനെ വാജിബാക്കൂല, അതായത് ജസാഇന്റെ. അവിൽ ലാസിമി, അല്ലെങ്കിൽ ലാസിമിന്റെ ഇന്തിഫാഇനെ വാജിബാക്കൂല എന്ന് ഇഷ്കാല് വരാൻ വേണ്ടി ആ മഅനയല്ല ഇവിടെ. ഇബ്നു ഹാജിബ് പറഞ്ഞ മാതിരി ഒന്നാമത്തതിന്റെ ഇല്ലായ്മ രണ്ടാമത്തതിന്റെ ഇല്ലായ്മക്ക് ദലീല് പിടിക്കപ്പെടും എന്നാണ് മഅനയെങ്കിൽ, സബബില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മൽസൂമില്ലാത്തത് കൊണ്ടോ പിന്നെ മുസബ്ബബ് അതുപോലെ തന്നെ ലാസിമും ഇല്ല എന്ന് കിട്ടൂല.
ഇല്ല എന്നൊരു ദലീലുമാകൂല. അതിന് ഒന്നാമത്തെ ഇന്തിഫാ രണ്ടാമത്തെ ഇന്തിഫാന്റെ മേൽ അറിയിക്കും എന്ന് അഹ്ലുൽ അർബിയത്ത് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതിന്റെ മായന ഇതാ പറയുന്നു, ബൽ മഅനാഹു, അവരുടെ കൗലിന്റെ മായന അന്നഹ ലൗ ആകുന്നത് ദലാലത്തി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ മേൽ? അലാ അന്നന്തിഫാ അസ്സാനി ഫിൽ ഖാരിജി, ഖാരിജിൽ രണ്ടാമത്തതിന്റെ ഇല്ലായ്മയാകുന്നത് ഇന്നമാ ഹുവ ആ ഇന്തിഫാ ബിസബബ് ഇന്തിഫാഇൽ അവ്വലി, ഒന്നാമത്തതിന്റെ ഇന്തിഫായിന്റെ സബബ് കൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞതിന്റെ മായന. എന്ന് വെച്ചാൽ ലൗ ജിഇതനി ല അക്രംതുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായി? നീ എന്റെ അടുക്കൽ കഴിഞ്ഞ കാലത്ത് വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ ബഹുമാനിക്കുമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ കഴിഞ്ഞ കാലത്ത് ഇക്റാമു ഉണ്ടായിട്ടില്ല. ആ ഇക്റാമു ഉണ്ടാകാതിരിക്കാനുള്ള കാരണം നിന്റെ വരവില്ലായ്മ കൊണ്ടാണ് എന്നല്ലാതെ വരവില്ലായ്മ ഇക്റാമിന്റെ മേൽ ദലീലാണ് എന്നല്ല. വരവില്ലായ്മ ഇക്റാമിന്റെ അദമുൽ ഇക്റാമിന്റെ മേൽ, ഇക്റാമിന്റെ മേലല്ല, അദമുൽ ഇക്റാമിന്റെ മേൽ ദലീലാണ് എന്നല്ല. ലൗ ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലി എന്നതിന്റെ അർത്ഥം ഒന്നാമത്തതിന്റെ ഇല്ലായ്മ രണ്ടാമത്തതിന്റെ ഇല്ലായ്മയുടെ മേൽ ദലീലാണ് എന്നല്ല. പിന്നെ എന്താണ് അർത്ഥം? ഖാരിജിൽ ഇവിടെ രണ്ടാമത്തത് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഒന്നാമത്തതിന്റെ ഇല്ലായ്മയാകുന്നു എന്നാണ് അർത്ഥം. ഇതാണ് അഹ്ലുൽ അർബിയത്തിന്റെ മഅനയും അവരുടെ ഇസ്തിമാലും അങ്ങനെയാണ്. ഉണ്ടോ? ബൽ മഅനാഹു, അവരുടെ കൗലിന്റെ മഅന അന്നഹ ലൗവാവുന്നതിൽ ദലാലത്തി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ മേൽ? അലാ അന്നന്തിഫാ അസ്സാനി രണ്ടാമത്തേന്റെ ഇന്തിഫാ ഫിൽ ഖാരിജി, ഖാരിജിൽ രണ്ടാമത്തേന്റെ ഇന്തിഫാ ഇന്നമാ ഹുവ ബിസബബ് ഇന്തിഫാഇൽ അവ്വലി, ഒന്നാമത്തേന്റെ ഇന്തിഫായിന്റെ സബബ് കൊണ്ടാണ്. ഫമഅനാ ലൗ ശാ അല്ലാഹു ലഹദാകും, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഹിദായത്താക്കുമായിരുന്നു എന്നതിന്റെ മഅന അന്നന്തിഫാഇൽ ഹിദായത്തി, ഹിദായത്തിന്റെ ഇന്തിഫാ. ഖാരിജിൽ ഇവിടെ ഹിദായത്ത് നടന്നിട്ടില്ല. അതിന്റെ കാരണം ഇന്നമാ ഹുവ ബിസബബ് ഇന്തിഫാഇൽ മശിയ്യത്തി, മശിയ്യത്തിന്റെ ഇന്തിഫായിന്റെ സബബ് കൊണ്ടാണ്. മശിയ്യത്ത് ഇല്ലാതിരുന്നതാണ് ഈ മുഖാത്തബീങ്ങളെ ഹിദായത്തിലാക്കാതിരുന്നത്, അവര് ഹിദായത്ത് സിദ്ധിക്കാതിരുന്നത്. യൈനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നു അന്നഹാ ലൗ തുസ്തഅമലു, അതിനെ പെരുമാറപ്പെടും, ഉപയോഗിക്കപ്പെടും. ലിദ്ദലാലത്തി അറിയിക്കാൻ വേണ്ടി. എന്തിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി? അലാ അന്ന ഇല്ലത്തന്തിഫാഹി മദ്മൂനിൽ ജസായി, ജസാഇന്റെ മദ്മൂനിന്റെ ഇന്തിഫായിന്റെ ഇല്ലത്ത് ഫിൽ ഖാരിജി, ഖാരിജിൽ ഇന്തിഫായിന്റെ ഇല്ലത്ത്. ഖാരിജിൽ ജസാഇന്റെ മദ്മൂന് ഇല്ലല്ലോ, ആ ഇന്തിഫായിന്റെ ഇല്ലത്ത് ഹിയ, ആ ഇല്ലത്താകുന്നത് ഇന്തിഫാഹു മദ്മൂനി ശർത്തി, ഷർത്തിന്റെ മദ്മൂനിന്റെ ഇന്തിഫാ ആകുന്നു. ഷർത്ത് ഇല്ലാതിരിക്കലാണ് കാരണം, ജവാബ് ഇവിടെ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്നാണ്. അതിന് ലൗൽ ഉപയോഗിക്കപ്പെടും എന്നല്ലാതെ ഷർത്തിന്റെ ഇല്ലായ്മ ജസാഇന്റെ ഇല്ലായ്മക്ക് ദലീലാണ് എന്നല്ല. ദലീലാവുമ്പോൾ എന്താവും? ജസാഇന്റെ ഇന്തിഫാ മജ്ഹൂലാവും, ഷർത്ത് ദലീലാവും. ഷർത്തില്ലാത്തത് കൊണ്ട് ജവാബില്ല. ഷർത്തില്ലാത്തതുകൊണ്ട് ജവാബില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഷർത്തില്ലായ്മ ജവാബില്ല എന്ന് അറിയിക്കും എന്നല്ല, അത് ഇതിന് ദലീലാണ് എന്നല്ല. ഒന്നാമത്തെ ഇന്തിഫാ രണ്ടാമത്തെ ഇന്തിഫാന് ദലീലാണ് എന്നല്ല. പിന്നെന്താണ് അർത്ഥം? ഖാരിജിൽ ഇവിടെ ജവാബ് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം
അത് ഷർത്ത് ഇല്ലാതിരിക്കലാണ്. മിൻ ഗൈരി ഇൽത്തിഫാത്തിൻ, ഒരു തിരിഞ്ഞു നോട്ടം കൂടാതെ. എന്തിലേക്ക്? ഇലാ അന്ന ഇല്ലത്തൽ ഇൽമി ബിൻതിഫാഇൽ ജസായി മാഹിയ, ജസായിന്റെ ഇല്ലായ്മ കൊണ്ടുള്ള അറിവിന്റെ ഇല്ലത്തിലേക്ക്, ജസായിന്റെ ഇന്തിഫാ കൊണ്ടുള്ള ഇൽമിന്റെ ഇല്ലത്തിലേക്ക് നോക്കണില്ല. അതായത് ജവാബ് ഉണ്ടായിട്ടില്ല എന്ന് അറിയാനുള്ള കാരണത്തിലേക്ക് നോക്കണില്ല. ഇൽമിന്റെ ഇല്ലത്തിലേക്കല്ല നോക്കരുത്, ജസായിന്റെ ഇല്ലായ്മ ഷർത്തിന്റെ ഇല്ലായ്മ കൊണ്ടാണ്. ജസായിന്റെ ഇല്ലായ്മ കൊണ്ട് അറിവ് കിട്ടാനുള്ള ഇല്ലത്ത് എന്താണെന്നല്ല, അറിവ് കിട്ടാനുള്ള ഇല്ലത്ത് ദലീലാണ്, അതിലേക്കല്ല. അപ്പൊ വ്യത്യാസം നോക്കണം. ജസായിന്റെ ഇന്തിഫാവ് ഷർത്തിന്റെ ഇന്തിഫാവ് കൊണ്ടാണ്. എന്തിലേക്ക് നോക്കണില്ല? ജസായിന്റെ ഇന്തിഫാവ് അറിയാനുള്ള ഇല്ലത്ത് ഏതാണ്, അങ്ങോട്ട് നോക്കണില്ല. ജസാ ഇല്ലാതിരിക്കലും ജസായിന്റെ ഇല്ലായ്മ കൊണ്ട് അറിയലും രണ്ടും രണ്ടാണ്. ഇവിടെ ജസാഗ് നടന്നിട്ടില്ല. ജസാഗ് നടന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? ഷർത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ജസാ ഇല്ല എന്ന് അറിവിലുള്ള ഇല്ലത്ത് ഏതാണ് എന്ന് ആര് നോക്കുന്നില്ല, അതിലേക്ക് അഹ്ലുൽ അറബിയ്യത്ത് നോക്കുന്നില്ല. അലാത്തറ, നിനക്ക് കണ്ടൂടെ, അന്ന കൗലഹും, അവരുടെ കൗല് എന്താണ് അവരുടെ കൗല്? ലൗലാ ലിംതിനാഇ സാനി ലി ഉജൂദിൽ അവ്വലി, ലൗലയാകുന്നത് ലിംതിനാഇ സാനി ലി ഉജൂദിൽ അവ്വലി എന്നതിനാണ്. എന്നതിന്റെ മാന ഒന്നാമത്തത് ഉണ്ടായതിനു വേണ്ടി രണ്ടാമത്തതില്ല. അതിനാണ് ലൗലന ഇസ്തിമാൽ ചെയ്യുന്നത് അഹ്ലുൽ അറബിയ്യത്ത്. നഹ്വു ലൗല അലിയുൻ ലഹലക ഉമറു. അതെ, അലി ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഹലക ഉമറു, ഉമർ തങ്ങൾ ഹലാക്കാകുമായിരുന്നു. അപ്പൊ ഒന്നാമത്തതുണ്ടായി, രണ്ടാമത്തത് ഉണ്ടായില്ല. അലിയു ഉണ്ടായി, അലിയാര് തങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് ഹലാക്കുൽ ഉമർ ഉണ്ടായില്ല. മഅനാഹു, അതിന്റെ മഅന അന്ന ഉജൂദ അലിയിൻ, അലി തങ്ങളുടെ ഉജൂദ് സബബുല്ലി അദമി ഹലാക്കി ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു തങ്ങളുടെ അദമുൽ ഹലാക്കിന്റെ സബബാണ്. ഉമർ തങ്ങൾ ഹലാക്കാകാതിരിക്കാനുള്ള കാരണം എന്താണ്? അലിയാറ് തങ്ങളുടെ ഉജൂദാണ്. എന്നുപോലെ രണ്ടാമത്തത് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തതിന്റെ ഇല്ലായ്മയാണ്. എന്നല്ലാതെ എന്തല്ല അർത്ഥം? രണ്ടാമത്തതിന്റെ ഇല്ലായ്മയുടെ ദലീല് എന്താണെന്നല്ല. ദലീലാവുമ്പോൾ രണ്ടാമത്തെ ഇല്ല എന്ന് അറിയൽ വരുള്ളൂ. രണ്ടാമത്തെ ഇല്ല എന്ന് അറിയൂല, അത് അറിയണമെങ്കിൽ ദലീല് വേണം. അപ്പൊ ദലീലിലേക്കല്ല. അപ്പോ ലൗ ലിംതിനായി സാനി ലിംതിനായിൽ അവലി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇല്ലാത്തതുകൊണ്ട് രണ്ടാമത്തത് ഉണ്ടായിട്ടില്ല എന്നല്ലാതെ രണ്ടാമത്തത് ഉണ്ടാകാതെ രണ്ടാമത്തതിന്റെ ഇന്തിഫാ കൊണ്ടുള്ള ഇൽമിന്റെ ദലീല് എന്താണ് എന്നല്ല. പിന്നെ എന്താ കാരണം പറയുന്നില്ല? അന്ന ഉജൂദഹു, അലിയിന്റെ ഉജൂദ്, ലാ അന്ന ഉജൂദഹു, അലിയിന്റെ ഉജൂദ് ദലീലുൻ ദലീലാണ് എന്നല്ല. അല അന്ന ഉമറ ലം യഹ്ലിക്, ഉമർ തങ്ങൾ ഹലാക്കായിട്ടില്ല എന്നതിന്റെ മേൽ ദലീലല്ല. പിന്നെന്താണ്? സബബാണ്. സബബ് വേറെ, ദലീല് വേറെ.
ദലീലാകുമ്പോൾ ഉമർ തങ്ങൾ ഹലാക്കായിട്ടില്ല എന്ന് അറിയും, അത്രേ ഉള്ളൂ. ഇവിടത്തെ സംഭവമല്ല, ഇവിടെ അങ്ങനെയല്ല. ഉമർ തങ്ങൾ ഹലാക്കായിട്ടില്ല എന്ന് അറിയാനുള്ള ദലീല് പറഞ്ഞതല്ല അവിടെ. ഉമർ തങ്ങൾ എന്തുകൊണ്ട് ഹലാക്കായില്ല, അത് അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ വുജൂദിയത്താണ് എന്നതാണ് ഇവിടുത്തെ അർത്ഥം. എന്നതുപോലെ ലൗ ജീതലീല അക്രമത്തുക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നീ വന്നിരുന്നെങ്കിൽ നിന്നെ ബഹുമാനിക്കുമായിരുന്നു, എന്തുകൊണ്ട് ബഹുമാനിച്ചിട്ടില്ല, നീ വരാത്തത് കൊണ്ട്. അല്ലാതെ അദമുൽ ഇക്റാമിന്റെ ഇക്റാം അറിയാനുള്ള ഇല്ലത്തല്ല എന്ത് അദമുൽ മജീ. ഇവിടെ ഇക്റാം നടന്നിട്ടില്ല, അതിന്റെ കാരണം അദമുൽ മജീ ആണ്. അദമുൽ ഇക്റാം അറിയാനുള്ള ഇല്ലത്തല്ല അദമുൽ മജീ എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടാവും ഇൻഷാ അല്ലാഹ്. വലിഹാദ ഈ കാരണത്തിന് വേണ്ടി, കാരണത്തിന് വേണ്ടി ഖാരിജിൽ ഇവിടെ ഒരു വായന പറഞ്ഞല്ലോ, എന്ത് മുസന്നിഫ് തങ്ങള്, പിന്നെ ഇവനെപ്പോ വായന പറഞ്ഞത് ബൽ മഅനാഹു അന്നഹാ ലിദ്ദലാലത്തി അലാ അന്ന ഇൻതിഫാ സാനി ഫിൽ ഖാരിജി, ഖാരിജിൽ രണ്ടാമത്തെ ഇന്തിഫാ ഇന്നമാ ഹുവ ബിസബബ് ഇന്തിഫാഇൽ അവ്വലി, ഒന്നാമത്തതിന്റെ ഇന്തിഫാഇന്റെ സബബ് കൊണ്ടാണ്. മഅന അങ്ങനെ ആയതിനു വേണ്ടി, അതാണ് വലിഹാദ എന്ന് പറഞ്ഞാൽ. ലിംതിനായി സാനി ലിംതിനായിൽ അവ്വലിന്റെ മഅന എന്താണ് നമ്മൾ പറഞ്ഞത്? ബൽ മഅനാഹു അന്നഹാ ലിദ്ദലാലത്തി അലാ അന്ന ഇൻതിഫാ സാനി ഫിൽ ഖാരിജി, ഖാരിജിൽ രണ്ടാമത്തെ ഇന്തിഫാ ആകുന്നത് ഇന്നമാ ഹുവ ബിസബബി ഇന്തിഫാഇൽ അവ്വലി, ഒന്നാമത്തതിന്റെ ഇന്തിഫാഇന്റെ സബബ് കൊണ്ടാണ് എന്നതിന്റെ മേൽ അറിയിക്കാൻ ലൗ എന്ന അദാത്തിന് ഉപയോഗിക്കപ്പെടും. അതാണ് മഅന. മഅന അങ്ങനെ ആയതിനു വേണ്ടി. അപ്പോൾ ഇവിടെ എന്താണ്? ഖാരിജിൽ സബബ് ജസാ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സബബിന്റെ ഒന്നാമത്തെ ഷർത്തിന്റെ ഇല്ലായ്മയാണ്. അതേ സമയത്ത് നഹ്വിയായ ഷർത്ത് ചിലപ്പോ എന്താകും, അത് മുസബ്ബബായി വരാം. ലൗ കാനൽ ആലമു മുദിഅൻ ലകാനത്തി ശംസു താലിയത്തൻ, ആലം മുദി ആണെങ്കിൽ ശംസു താലിയത്താകുമായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ ഉദാഹരണം മനസ്സിലാക്കണം. ലൗ കാനൽ ആലമു മുദിഅൻ ലകാനത്തി ശംസു താലിയത്തൻ, ആലം പ്രകാശിച്ചിരുന്നു എങ്കിൽ, പ്രകാശം ഉള്ളതായിരുന്നു എങ്കിൽ ശംസു താലിയത്താകുമായിരുന്നു. പക്ഷേ ശംസു താലിയത്ത് ആകാതിരിക്കാനുള്ള കാരണം ആലം മുദി അല്ല, അതുകൊണ്ട് ശംസന്തല്ല, താലിയത്തല്ല. ഒന്നാമത്തില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ഇല്ല. വാസ്തവത്തിൽ ആലം മുദി ആവലിവിടെ മുസബ്ബബാണ്. ഷർത്ത് ഇവിടെ മുസബ്ബബും ജസാ ഇവിടെ യഥാർത്ഥത്തിൽ സബബുമാണ്. ശംസിന്റെ തുലൂ സബബാണ്, ആലം മുദി ആകാനുള്ള സബബാണ്. ഇവിടെ സബബ് ജസാവും മുസബ്ബബ് ഷർത്തുമായിട്ട് വന്നു. അപ്പോൾ ഇവിടെ എന്താ മഅന വെക്കണം? ഖാരിജിൽ ശംസ് ഉദിക്കാത്തതിന്റെ കാരണം ആലമിന്റെ ഇളാഅത്ത്, ആലം പ്രകാശിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലൗകാന സൈദുൻ അബല്ലി അംരിൻ ലകാന അംറുൻ ഇബ്നൻ ലഹു, ഇവിടെ ഷർത്തും ജസാവും തമ്മിൽ തലായുഫിന്റെ ബന്ധമാണ്. തലായുഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. തലായുഫ് പിന്നെ കൗനുശൈഇനി
ബിഹൈസു ലാ യുംകിനു തഅക്കുലു കുല്ലി മിൻഹുമാ ഇല്ലാ ബിൽ ഖിയാസി ഇലാ തഅക്കുലിൽ ആഖിരീന. രണ്ട് ഷൈഇനെ ഓരോന്നും മനസ്സിലാവണമെങ്കിൽ മറ്റേത് മനസ്സിലാവണം. ലൗ കാന സയ്യിദുൻ അബല്ലി അംരിൻ, സയ്യിദ് അമ്രിന്റെ ബാപ്പ ആയിരുന്നെങ്കിൽ അമ്ര സയ്യിദിന്റെ മകനുമായിരുന്നു. എന്താ അവിടുത്തെ അർത്ഥം? ഇവിടെ ഖാരിജിൽ അമ്ര സയ്യിദിന്റെ മകനാകാതിരുന്നത്, ഖാരിജിൽ അമ്ര സയ്യിദിന്റെ മകനാകാതിരുന്നത് സയ്യിദ് അമ്രിന്റെ ബാപ്പയാകാത്തത് കൊണ്ടാണ്. ഇവിടെ സബബും അല്ല മുസബബും അല്ല. പിന്നെന്താണ്? തലായിഫിന്റെ ബന്ധാണ് അവിടെ ഷർത്തും ജസാവും ഉള്ളത്. അതുപോലെ തന്നെ ലൗകാനൻ നഹാറു മൗജൂദൻ ലകാനൽ ആലമു മുളിയൻ, നഹാറ് മൗജൂദായിരുന്നെങ്കിൽ, പകലുണ്ടായിരുന്നെങ്കിൽ ആലം പ്രകാശിക്കുമായിരുന്നു. ഇത് രണ്ടും ഒന്നങ്ങോട്ട് സബബും അല്ല മുസബബും അല്ല. രണ്ടും എന്താണ്? മറ്റൊന്നിന്റെ മഅലൂലാണ്. തുലൂ ശംസിന്റെ മഅലൂലാണ് ഏത്? നഹാറ് മൗജൂദാവല്, ആലം പ്രകാശിക്കലും. ഇവിടെ ഷർത്തും ജസാവും തമ്മിലുള്ള ബന്ധം എന്താ? മറ്റൊന്നിന്റെ മഅലൂലാണ് രണ്ടും. അങ്ങനെയൊക്കെ വരാം ഷർത്തും ജസാവും തമ്മിൽ. ഷർത്തും ജസാവും തമ്മിൽ മറ്റൊന്നിന്റെ മഅലൂലാനി, രണ്ട് മഅലൂലുകളാവാം. തലായിഫിന്റെ ബന്ധമാവാം. അതുപോലെ തന്നെ ഷർത്ത് മുസബ്ബബാകാം, ജസാ സബബാകാം. ഇവിടെ എല്ലാം ഉള്ളതെന്താണ്? ഖാരിജിൽ ജസാ ഇല്ലാത്തത് ഷർത്തിന്റെ ഇല്ലായ്മ കൊണ്ട് ആണ് എന്നാണ് ഇവിടുത്തെ അർത്ഥം. പിന്നെ അപ്പോ ഒലിഹാദ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണ്? അഹ്ലുൽ അറബിയത്തിന്റെ കൗലിന്റെ മഅന എന്താണ്? ഖാരിജിൽ രണ്ടാമത്തതിന്റെ ഇല്ലായ്മ ഒന്നാമത്തതിന്റെ ഇല്ലായ്മയുടെ സബബ് കൊണ്ടാണ്. അതാണല്ലോ മഅന പറഞ്ഞത്. അതുകൊണ്ടാണ് സഹിയായത്. മിസ്ലു കൗലിന, നമ്മളെ കൗല് പോലത്തത് അല്ലേ? പിന്നെ ദലീല് പിടിക്കാനും അല്ല എന്ന് പറഞ്ഞല്ലോ, അതുകൂടി കൂട്ടിക്കൊടുക്കണം. എന്തിനല്ല മഅന? അന്നഹ തുസ്തഅമലു, ഇവിടെ പറഞ്ഞല്ലോ, അന്നഹ യുസ്തദല്ലു ബിംതിനാഇൽ അവ്വലി അലംതിനാഇ സാനി ലഅന്നഹു ലൈസ മഅന ഖൗലിഹിം ലൗ ലിംതിനാഇ സാനി ലിംതിനാഇൽ അവ്വലിന്റെ മഅന എന്താണ്? ഒന്നാമത്തിന്റെ ഇംതിനായി രണ്ടാമത്തിന്റെ ഇംതിനായിന്റെ മേൽ ദലീലല്ല, അതല്ല മഅന എന്ന് പറഞ്ഞല്ലോ, അതും കൂടി കൂട്ടിക്കൊടുക്കണം. ഒലിഹാദ സഹ മിസ്ലു കൗലിന, നമ്മളെ കൗല് പോലത്ത് സഹിയായി. എന്താ കൗല്? ലൗ ജിഇതനി ലഅക്രംതുക ലാകിന്നക ലം തജി, നീ എന്റെ അടുക്കൽ വന്നിരുന്നെങ്കിൽ ലഅക്രംതുക, നിന്നെ ഞാൻ ബഹുമാനിക്കുമായിരുന്നു. ലാകിന്നക ലം തജി, എങ്കിൽ നീ വന്നില്ല. ഇത് ദലീല് പിടിക്കാനാണെങ്കിൽ ഈ വാക്ക് ശരിയാവൂല. വാസ്തവത്തിൽ ഇതൊരു ഷർത്തിയായ ഖളിയ സൂറത്തിലാണെങ്കിലും ഹക്കീക്കത്തിൽ ഒരു ഹംദിയായ ഖളിയയാണ് യഥാർത്ഥത്തിൽ ഇത്. ഇവിടുത്തെ മാന എന്താണ്? ഇവിടുത്തെ മാന ലൗ ജിഇതനി ലഅക്രംതുക ലാകിന്നക ലം തജിന്റെ മാന, ഇവിടെ ഇക്റാമു ഉണ്ടാകാതിരിക്കാനുള്ള കാരണം വരവില്ലാത്തത് കൊണ്ടാണ്. കാരണം പറഞ്ഞ ഒരു ഹംദിയായ ഖളിയാണ്. അതുകൊണ്ട് തന്നെ ലാകിന്നക ലം തജി എന്ന് പറയൽ സഹിയായി. ഇതൊരു ദലീലിന് കൊണ്ടുവന്നതാണെങ്കിൽ, ഒരു ഷർത്തിയ മുത്തസിലിയായ ഒരു ഖളിയയാണെങ്കിൽ ഇവിടെ ലാകിന്നക ലം തജി എന്ന് പറയൽ പറ്റൂല. മുഖദ്ദബിന്റെ റഫഇ നതീജ പുറപ്പെടുവിക്കൂല എന്ന് ശറഹു തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട്. വന്നിക്കിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൗ ജിഇതനി എന്നുള്ളത് മുഖദ്ദമാണല്ലോ, ലഅക്രംതുക എന്താണ്? താലിയാണ് അല്ലേ? അങ്ങനെയാണ്.
മുഖദ്ദമും താലിയും. അവിടെ ശറഹ് തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട്, ഫസുലുൻ അൽ ഇസ്തിസ്നാഇയു യുൻതിജു മിനൽ മുത്തസിലത്തി വളുഉൽ മുഖദ്ദമി വറഫഉ താലീന. മുഖദ്ദമിന്റെ വളഅ് താലിയുടെ വളഇനെ നതീജ പുറപ്പെടുവിക്കും. വറഫഉ താലി താലിയുടെ റഫഅ് മുഖദ്ദമിന്റെ റഫഇനെയും നതീജ പുറപ്പെടുവിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ മുഖദ്ദമിന്റെ വളഅേ നതീജ പുറപ്പെടുവിക്കുള്ളൂ. ഇവിടെ ലാക്കിന്നക ലം തജി എന്നുള്ളത് മുഖദ്ദമിന്റെ റഫ് ആണ്. മുഖദ്ദമിന്റെ റഫ് നതീജ പുറപ്പെടുവിക്കൂല. അപ്പൊ ഇതൊരു ദലീലിന് കൊണ്ടുവന്ന കഥയാണെങ്കിൽ ലാക്കിന്നക ലം തജി എന്ന് പറയാനേ പറ്റൂല. കാരണം മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്യാൻ പറ്റൂല. ഇവിടെ ഇസ്തിസ്നാ ചെയ്തുകൊണ്ടെന്ന് മനസ്സിലായി. ഇത് ദലീല് പിടിക്കാൻ കൊണ്ടുവന്നതല്ല, ഇവിടെ ഇല്ലത്തിനെ വെളിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ബോധ്യമായി. അവിടെ ശറഹു തഹ്ദീബില് 56-ാം പേജിൽ കാണാം, വാമ്മാ വളുഉ താലി താലിയുടെ വളുഉ അതായത് ജസാ ഫലാ യുൻതിജു അത് നതീജ പുറപ്പെടുവിക്കൂല വളുഉ അൽ മുഖദ്ദമി മുഖദ്ദമിന്റെ വളുഇനെ വലാ റഫഉൽ മുഖദ്ദമി മുഖദ്ദമിന്റെ റഫഉം നതീജ പുറപ്പെടുവിക്കൂ യുൻതിജു നതീജ പുറപ്പെടുവിക്കുകയില്ല. റഫഉ അത്താലി താലിയുടെ റഫഇനെ നതീജ പുറപ്പെടുവിക്കൂല. മുഖദ്ദമിന്റെ റഫഉ താലിയുടെ റഫഇനെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇക്റാം ഉണ്ടായിട്ടില്ല എന്ന് നതീജ പുറപ്പെടുവിക്കൂല. എന്നിട്ട് അതിന്റെ കാരണം പറഞ്ഞ എന്താ? ഇബ്നു ഹാജിബ് പറഞ്ഞ മാതിരി തന്നെ ലിജവാസി ഖൗലിൽ ലാസിമി അഅമ്മ ലാസിമ് അഅമ്മാവൽ ജായിസാദിന് വേണ്ടി ഫലാ യൽസമു മിൻ തഹഖുഖിഹി ലാസിമ് ഉണ്ട് എന്നതിനാൽ ലാസിമാകൂല. ഹേയ് ലാസിമേതാണ്? ജസാഹ് ലാസിമ് അഅമ്മാവാം. ഫലാ യൽസമു മിൻ തഹഖുഖിഹി തഹഖുഖുൽ മൽസൂമി ലാസിമിന്റെ തഹഖുഖിനാ ലാസിമില്ല, മൽസൂമിന്റെ തഹഖുഖ്. വലാ മിൻ ഇൻതിഫായി മൽസൂമിഹി മൽസൂമിന്റെ അത് ഒന്നാമത്തോടത്തേക്കാണ്. ഏത്? താലീന്റെ വളുഉ മുഖദ്ദമിന്റെ വളുഇനെ നതീജ പുറപ്പെടുവിക്കൂല എന്ന് പറഞ്ഞല്ലോ. താലി എന്താ? ആമാവാം. ആമുണ്ടായതുകൊണ്ട് മൽസൂം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതാണ് താലിയുടെ വളുഉ, അതായത് ജസാഇന്റെ വളുഉ. നമ്മളെ വിഷയം അവിടെയല്ല, മുഖദ്ദമിന്റെ വളുആണ്. അതാ ഇനി പറയുന്നത്. വലാ മിൻ ഇൻതിഫായി മൽസൂമിഹി മൽസൂമിന്റെ ഇൻതിഫായിനാൽ വലാ മിൻ ഇൻതിഫായി മൽസൂമിഹി ഇൻതിഫാഉൽ ലാസിമി മൽസൂമിന്റെ ഇൻതിഫായിനാലും ലാസിമില്ല, ലാസിമിന്റെ ഇൻതിഫാ. മൽസൂം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാസിം ഇല്ലാതെയാവൂല. കാരണം ലാസിം ആമാവാം. അന്ന് ശറഹു തഹ്ദീബിൽ ശരിക്കും മുത്താല ചെയ്താൽ കാര്യം മനസ്സിലാകും കേട്ടോ. അപ്പൊ മുഖദ്ദമിന്റെ റഫ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ലാക്കിന്നക ലം തജി. അത് ഒരു ദലീലിന് കൊണ്ടുവന്നതാണെങ്കിൽ അത് അവിടെ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദലീലിന് കൊണ്ടുവന്നതല്ല. പിന്നെ എന്തിനു കൊണ്ടുവന്നതാണ്? അദമുൽ ഇക്റാമിന്റെ സമമ് അദമുൽ മജീ ആണെന്നറിയിക്കാനാണ് എന്നല്ലാതെ എന്തിനു കൊണ്ടുവന്നതല്ല. ഇക്റാം ഇല്ലാത്തതാണ് വരവില്ലാത്തതിനുള്ള ഇല്ലത്ത് എന്നല്ല. ഇക്റാം ഇല്ലാത്തത് ദലീലാണ് അദമുൽ മജീഇന് എന്നല്ല. അയിനി അദമുൽ ഇക്റാമി അല്ലെ, അയിനി അദമുൽ ഇക്റാമി അദമുൽ ഇക്റാം ബിസബബി അദമിൽ മജീദ്. ഖാലൽ ഹിമാസി പറയുന്നു, വലൗ തറദു ഹാഫിദിൻ ഖബ്ലഹ ലതറത് വലകിന്നഹു ലം യതിർ. കണ്ടോ? വലൗ തറദു ഹാഫിദിൻ ഖബ്ലഹ, ആ ഫറസിന്റെ മുമ്പ് കൊളമ്പ് ഉടയത് പറന്നിരുന്നെങ്കിൽ ലതറത്ത്, ആ ഫറസും പറക്കുമായിരുന്നു. പക്ഷേ മുമ്പെങ്ങാനും ഒരു ദൂഹാഫിറും പറന്നിട്ടില്ല,
അതുകൊണ്ട് ഈ കുതിരയും പറന്നിട്ടില്ല. അപ്പൊ എന്താണ് ഈ കുതിര പറക്കാതിരിക്കാനുള്ള കാരണം? ഈ കുതിരയുടെ മുമ്പ് ദൂഹാഫിർ പറന്നിട്ടില്ല, അതാണ്. എന്നല്ലാതെ പറക്കാതിരിക്കാനുള്ള ദലീല് ആണ് എന്നല്ല. ഈ കുതിര പറക്കാതിരിക്കാനുള്ള ദലീല് മുമ്പ് ദൂഹാഫിർ പറക്കാത്തതാണ് എന്നല്ല. പിന്നെന്താണ്? ഇത് പറക്കാതിരിക്കാനുള്ള കാരണം മുമ്പുള്ളത് പറക്കാത്തതാണ്. വലാകിന്നഹു ലം യത്തിർ. കണ്ട, മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്തല്ലോ. മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്തു. മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്യണമെങ്കിൽ അത് നത്തീജ പുറപ്പെടുവിക്കണം. പക്ഷെ മുഖദ്ദമിന്റെ റഫഇന് നത്തീജ പുറപ്പെടുവിക്കൂല. എന്നിരിക്കവിടെ മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്തു ഈ ബുലഗാഇന്റെ കലാമിലൊക്കെ. അപ്പോൾ ഇതൊരു ദലീലിന് കൊണ്ടുവന്നതല്ല എന്ന് മനസ്സിലായി. പിന്നെന്താണ്? സബബിനെ വെളിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. യൈനി അന്ന അദമ തൈറാനി തിൽക്കൽ ഫറസി, ആ ഫറസിന്റെ പറക്കാതിരിക്കല് ബിസബബി അന്നഹു ലം യത്ർ ദൂഹാഫിരിൻ, മുമ്പും ഒരു ദൂഹാഫിർ പറക്കാത്ത കാരണം കൊണ്ടാണ് എന്നാണ് ഉദ്ദേശം. ഖാലൽ മുഅറ ശിഅറുൻ ലൗ ദാമത്തി ദൂലാത്തു കാനൂ കഗൈരിഹിം റിആയം വലാകിൻ മാലഹുന്ന ദവാമു. വലൗ ദാമത്തി ദൂലാത്തു, അധികാരങ്ങൾ ഉടയവർ ദായിമായിരുന്നെങ്കിൽ, കാനൂ, പിൻകാലത്തുള്ള രാജാക്കന്മാരാകുമായിരുന്നു, കഗൈരിഹിം, ആ രാജാക്കന്മാരല്ലാത്ത പ്രജകളെപ്പോലെ പിൻകാലത്തുള്ള രാജാക്കന്മാരാകുമായിരുന്നു. എന്താണ്? ലൗദാമത്തിൻ ദൂലാത്തു, അധികാരം ഉടയവർ ദായിമായിരുന്നെങ്കിൽ, കാനൂ, പിൻകാലത്തുള്ള രാജാക്കന്മാരാകുമായിരുന്നു, കഗൈരിഹിം, ആ രാജാക്കന്മാര് ആ പിൻകാലത്തുള്ള രാജാക്കന്മാര് അല്ലാത്തവരെ പോലെ തന്നെ റിആയൻ പ്രജകളാകുമായിരുന്നു. അവർ പ്രജകളായില്ല, രാജാക്കന്മാരായി. അതെന്താ കാരണം? ദൂലാത്ത് ദായിമാകാത്തത് കൊണ്ട്. വലാകിൻ മാലഹുന്ന ദവാമു, ദൂലാത്തിനെന്തില്ല? ദവാമില്ല. അതുകൊണ്ടാണ് പിൻകാലത്ത് ഇവര് രാജാക്കന്മാരായത്. അപ്പൊ ഇവര് പ്രജകളാകുമായിരുന്നു, പ്രജകളായില്ല, പിന്നെ രാജാക്കന്മാരായത്. അതെന്തുകൊണ്ട് പ്രജകളായില്ല? അധികാരം നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ. ഇവിടെ എന്തായി? ഇവിടെയും എന്താണ്? മാലഹുന്നതവാമു. ഇവിടെ മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്തു. ലാകിന്നക ലം തജി, ലാകിന്നഹു ലം യത്തിർ, പിന്നെ വലാകിൻ മാലഹുന്നതവാമു, മൂന്നും ഒന്ന് തന്നെ. അപ്പൊ ബുലഗാഇന്റെ കലാമില് ഇവിടെ മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്തിട്ടുണ്ട്. ആ ഇസ്തിസ്നാ ചെയ്തുകൊണ്ട് മനസ്സിലായി ഇത് ഒരു ദലീലിന് കൊണ്ടുവന്ന കലാമല്ല. അത് മനാത്തിക്കത്ത് പിന്നെ പറയുന്നുണ്ട് കേട്ടോ. മുഖദ്ദമിന്റെ റഫഇ താലീന്റെ റഫഇനെ നത്തീജ പുറപ്പെടുവിക്കൂല. അപ്പോൾ മുഖദ്ദമിന്റെ റഫഇനെ ഇസ്തിസ്നാ ചെയ്യുകയുമില്ല. ഇവിടെ ഇസ്തിസ്നാ ചെയ്തു. അതിനാൽ ഇവിടെ ദലീലിന് കൊണ്ടുവന്നതല്ല എന്ന് മനസ്സിലായി. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.